പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പറിനെയും ഇങ്കിനെയും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസ് റൂമിൽ ഉപയോഗിക്കുന്ന വിവിധ തരം കെമിക്കലുകളെ പരിചയപ്പെടാം. പ്രസ് റൂമിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളിൽ ഒന്നാണ് ഡാമ്പനിങ് സൊല്യൂഷൻ അഥവാ ഫൗണ്ടൻ സൊല്യൂഷൻ. ഓഫ്സെറ്റ് പ്ലേറ്റിന്റെ ഉപരിതലത്തിൽ ഫൗണ്ടൻ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നു. ഓഫ്സെറ്റ് പ്ലേറ്റിന്റെ ഉപരിതലത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇമേജ് ഏരിയ, രണ്ട് നോൺ ഇമേജ് ഏരിയ. ഫൗണ്ടൻ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്ലേറ്റിന്റെ ഉപരിതലം ഈർപ്പമുള്ളതായി തീരുന്നു. അങ്ങനെ നോൺ ഇമേജ് ഏരിയയിൽ ഇങ്ക് പിടിക്കാതെ സഹായിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയാണ് ഡാമ്പനിങ് സൊല്യൂഷന്റെ മുഖ്യ ഘടകങ്ങൾ: വാട്ടർ, ആസിഡ്, ഗം അറബിക്, വെറ്റിംഗ് ഏജന്റ്സ്, കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്, ആന്റി ഫോമിംഗ് ഏജന്റ്സ്, ഫംഗിസൈഡ്സ് ആൻഡ് ഡ്രൈയിങ് സ്റ്റിമുലേറ്റേഴ്സ്. വഴിയെ നമുക്ക് ഇവയെ ഓരോന്നിനെയും പരിചയപ്പെടാം. Water we are using here is with minimal impurities having a pH. pH means potential of hydrogen. A pH of 7 which is neutral value. വെള്ളം ഡാമ്പനിങ് സൊല്യൂഷന്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് വാട്ടർ. pH മൂല്യം 7, അതായത് ന്യൂട്രൽ വാല്യൂ ആയുള്ള വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആസിഡ്. ഡിപ്പെൻഡിംഗ് ഓൺ ദ ഇങ്ക് ബീയിങ് യൂസ്ഡ്. ആസിഡ്സ് യൂസ്ഡ് include phosphoric acid, citric acid and lactic acid with pH value 4.5 to 5.5. Ideal value is 5.5. ഏത് ആസിഡാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇങ്കിനെ അനുസരിച്ചായിരിക്കും. pH മൂല്യം 4.5 മുതൽ 5.5 വരെയുള്ള ആസിഡാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഫോസ്ഫോറിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. pH 5.5 ആണ് അഭികാമ്യം. pHനെ കുറിച്ച് പറയുകയാണെങ്കിൽ pH മൂല്യം 7 ആണ് ന്യൂട്രൽ വാല്യൂ ആയി കണക്കാക്കുന്നത്. 7ന് താഴോട്ട് പോകുന്തോറും ആസിഡിറ്റി കൂടി വരും. അതുപോലെ 7ന് മുകളിലോട്ട് പോകുമ്പോൾ ആൽക്കലിനിറ്റി കൂടി വരും. അപ്പൊ ഈ pH സ്കെയിലില് 0 വാല്യൂവിനായിരിക്കും മാക്സിമം ആസിഡിറ്റി ഉണ്ടാവുക. അതുപോലെ 14 ആവുമ്പോൾ മാക്സിമം ആൽക്കലിനിറ്റിയും. Next ingredient used is gum arabic. It protects the offset plate from scratches and prevents it from oxidizing while in storage. It desensitizes non-image area of printing plate and prevent them from accepting ink.
ഈ ഗം അറബിക് അക്കേഷ്യ പോലുള്ള മരങ്ങളിൽ നിന്നും പ്രകൃതിദത്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം പശയാണ്. ഈ ഓഫ്സെറ്റ് പ്ലേറ്റ് സംരക്ഷിക്കുമ്പോൾ അതിലുണ്ടായേക്കാവുന്ന പോറലുകൾ, പിന്നെ ഓക്സിഡൈസേഷൻ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതെ ഈ ഗം അറബിക് സഹായിക്കുന്നുണ്ട്. ഓഫ്സെറ്റ് പ്ലേറ്റിലെ നോൺ ഇമേജ് ഏരിയയിൽ ഇങ്ക് പിടിക്കാതിരിക്കാനും ഗം അറബിക് സഹായിക്കുന്നുണ്ട്. Next ingredient is wetting agent. Substances such as isopropyl alcohol, glycerin and glycol added to dampening solution to lower surface tension and maintain wetting ability. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, ഗ്ലിസറിൻ, ഗ്ലൈക്കോൾ തുടങ്ങിയ പദാർത്ഥങ്ങൾ ഡാമ്പനിങ് സൊല്യൂഷനിൽ ചേർക്കുന്നത് വഴി ഡാമ്പനിങ് സൊല്യൂഷന്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാനായി സഹായിക്കുന്നു. അതുവഴി അതിന്റെ ഈർപ്പ സ്വഭാവം നിലനിർത്താനായി സഹായിക്കുന്നു. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്. ഈ പ്ലേറ്റില് ഡാമ്പനിങ് സൊല്യൂഷന്റെ സാന്നിധ്യം കാരണം പല റിയാക്ഷൻസും സംഭവിച്ചേക്കാം. പ്ലേറ്റ് മെറ്റൽ ഉപയോഗിച്ചായിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഒഴിവാക്കുന്നതിന് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായിട്ട് മാഗ്നീഷ്യം നൈട്രേറ്റ് ആണ് ഉപയോഗിച്ചു വരുന്നത്. ഇവ ഉപയോഗിക്കുന്നത് മൂലം പ്ലേറ്റിന്റെ ലൈഫ് കൂടുന്നുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിന്റെ ഈട്. അതുപോലെ തന്നെ പ്രിന്റിംഗ് ക്വാളിറ്റി കൂടുകയും ചെയ്യുന്നു. പിന്നെ വരുന്ന ഘടകമാണ് ആന്റി ഫോമിംഗ് ഏജന്റ്. ഈ ഡാമ്പനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ പലതരത്തില് കുമിളകൾ അല്ലെങ്കിൽ പത ഉണ്ടായേക്കാം. ഇതിന് സിലിക്കൺ അടങ്ങിയ ഫ്ലൂയിഡ് ഡാമ്പനിങ് സൊല്യൂഷനിൽ ചേർക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. പിന്നെ വരുന്ന ഫംഗിസൈഡുകൾ, അതായത് ഡാമ്പനിങ് സൊല്യൂഷനിൽ ഈ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഡാമ്പനിങ് ഫൗണ്ടൻ ട്രേയില് അത്തരത്തിൽ കാണാറുണ്ട്. ഈ ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാനായി സാധിക്കും. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രൈയിങ് സ്റ്റിമുലേറ്റേഴ്സ്. സാധാരണയായി കൊബാൾട്ട് ക്ലോറൈഡ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് വഴി ഇങ്കിന്റെ ഡ്രൈനെസ് കൂട്ടാൻ സാധിക്കുന്നു. അടുത്തത് ആൽക്കഹോൾ ഡാമ്പനിങ് സൊല്യൂഷൻ. സാധാരണ ഡാമ്പനിങ് സൊല്യൂഷന്റെ കൂടെ 10 മുതൽ 15% വരെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു. അതുവഴി വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ അതല്ലെങ്കിൽ പ്രതല ബലം കുറയ്ക്കാനായി സാധിക്കുന്നു. അതുവഴി പ്ലേറ്റിന്റെ ഉപരിതലത്തിൽ ഈർപ്പം നിലനിർത്താനായി സഹായിക്കുന്നു. പ്ലേറ്റിന്റെ ഉപരിതലത്തിൽ ഒരു യൂണിഫോം ലെയർ ഡാമ്പനിങ് ഫിലിം
രൂപപ്പെടുത്തുന്നതിനും ഈ ആൽക്കഹോൾ ഡാമ്പനിങ് സൊല്യൂഷൻ സഹായിക്കുന്നുണ്ട്. ഡാമ്പനിങ് സൊല്യൂഷൻ കൂടാതെ പ്രസ് റൂമിൽ ഉപയോഗിക്കുന്ന മറ്റ് കുറച്ച് കെമിക്കൽസിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി പ്ലേറ്റ് ഡെവലപ്പേഴ്സ്, പ്ലേറ്റ് എക്സ്പോസ് ചെയ്ത പ്ലേറ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. പിന്നെ ഗമ്മിങ് ആൻഡ് പ്രിസർവേറ്റീവ് കെമിക്കൽസ്. നെക്സ്റ്റ് ഇമേജ് റിമൂവേഴ്സ്, ചെറിയ ഇമേജ് പ്ലേറ്റിലേക്ക് നമുക്ക് ഒഴിവാക്കാനായി സാധിക്കും. പിന്നെ സ്ക്രാച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പെൻ രൂപത്തിൽ ഇമേജ് റിമൂവർ വരുന്നുണ്ട്. ആ പെൻ ഉപയോഗിച്ച് നമുക്ക് ആ ഇമേജ് പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ബ്ലാങ്കറ്റ് ലിഫ്റ്റ്. ബ്ലാങ്കറ്റിൽ ചെറിയ ക്ഷതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാങ്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും, ലിഫ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള കെമിക്കലാണ് അത്. പിന്നെ സ്പെഷ്യൽ ക്ലീനേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ഡെപ്പോസിറ്റ് റിമൂവർ. പിന്നെ വരുന്നത് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ക്ലീനേഴ്സ് വാഷ്, റോളർ വാഷ് പോലുള്ള കെമിക്കൽ. നമസ്കാരം. പ്രിന്റിംഗ് മെറ്റീരിയൽസിൽ പേപ്പറിനെ കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ക് അഥവാ മഷിയെക്കുറിച്ചാണ്. എംബോസിംഗ്, ഡീബോസിംഗ് തുടങ്ങിയ ചില പ്രക്രിയകളിൽ മാത്രമാണ് അച്ചടിക്കാനായി നമ്മൾ മഷി ഉപയോഗിക്കാത്തത്. ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റിൽ ഒരു ഇമേജിനെ പകർത്താൻ ഉപയോഗിക്കുന്ന നിറമുള്ള വസ്തുവിനെയാണ് നമ്മൾ മഷി എന്ന് പറയുന്നത്. UV വാർണിഷ്, ഇൻവിസിബിൾ ഇങ്ക് തുടങ്ങിയ ചിലതരം മഷികൾക്ക് നിറം തന്നെ ഉണ്ടാവില്ല. അച്ചടി രീതികളുടെയും സബ്സ്ട്രേറ്റ് അഥവാ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും ഇനമനുസരിച്ച് വ്യത്യസ്ത തരം മഷികൾ നമ്മൾ ഉപയോഗിച്ചു വരുന്നു. ഓഫ്സെറ്റ് അച്ചടിക്ക് ഉപയോഗിക്കുന്ന മഷിയും ഫ്ലെക്സോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന മഷിയും സ്ക്രീൻ പ്രിന്റിംഗ് മഷിയും തികച്ചും വ്യത്യസ്തമാണ്. അതുപോലെ പേപ്പറിൽ അച്ചടിക്കാനുള്ള മഷി പ്ലാസ്റ്റിക്കിലോ തുണിയിലോ ലോഹപ്രതലങ്ങളിലോ ഉപയോഗിക്കാനാവില്ല. മഷി എന്നത് 3 തരം ഘടകങ്ങൾ അഥവാ ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ്. പിഗ്മെന്റ്, വെഹിക്കിൾ, അഡിറ്റീവ് എന്നിവയാണ് ഈ ഘടകങ്ങൾ. ഇവയോരോന്നിനെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മഷിക്ക് നിറം നൽകുന്ന ഘടകമാണ് പിഗ്മെന്റ്. ഇവ മിക്കവാറും ഖരരൂപത്തിലുള്ളവയാണ്. മഷിയിലെ ദ്രാവക രൂപത്തിലുള്ള ഘടകമാണ് വെഹിക്കിൾ. മഷിയിലെ വിവിധ ഘടകങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ബൈൻഡിംഗ് ഏജന്റ് കൂടിയായ വെഹിക്കിളാണ് പിഗ്മെന്റിനെ വഹിക്കുന്നത് അഥവാ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. ഓയിൽ പോലെയുള്ള ഒരു സോൾവെന്റും ഒന്നോ അതിലധികമോ റെസിനുകളും അടങ്ങിയതാണ് വെഹിക്കിൾ എന്ന ഈ ഘടകം. മഷിയുടെ ഏതെങ്കിലും പ്രത്യേകതകളിൽ മാറ്റം വരുത്താനായി നാം ആഡ് ചെയ്യുന്ന അഥവാ ചേർക്കുന്ന വസ്തുക്കളാണ് അഡിറ്റീവ് എന്നറിയപ്പെടുന്നത്. മഷി പെട്ടെന്ന് ഉണങ്ങാൻ ചേർക്കുന്ന ഡ്രയറുകൾ, കട്ടി കുറയ്ക്കാൻ ചേർക്കുന്ന റിഡ്യൂസറുകൾ, ലൂബ്രിക്കന്റുകൾ എന്നിവ, കട്ടി കൂട്ടുന്നതിനുള്ള വാക്സുകൾ, സ്റ്റാർച്ച് തുടങ്ങിയവയും അഡിറ്റീവുകളാണ്. ഇതിൽ പിഗ്മെന്റുകൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുക്കൾ പ്രധാനമായും ബ്ലാക്ക് പിഗ്മെന്റ്, വൈറ്റ് പിഗ്മെന്റ്, ഓർഗാനിക് പിഗ്മെന്റ്, ഇൻഓർഗാനിക് പിഗ്മെന്റ് എന്നിങ്ങനെ 4 തരമുണ്ട്. നാച്ചുറൽ ഗ്യാസ്, ഓയിൽ എന്നിവ കത്തുമ്പോഴുണ്ടാകുന്ന പുകയും കരിയുമാണ് ബ്ലാക്ക് പിഗ്മെന്റിന്റെ ഉറവിടം. ആവശ്യമായ അളവിൽ ഓക്സിജൻ കിട്ടാതെ പെട്രോളിയം വസ്തുക്കൾ കത്തുമ്പോൾ വലിയ തോതിൽ കരിയടങ്ങിയ പുക ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഫർണസുകളിലുള്ള പ്രത്യേക തരം കളക്ടിംഗ് ഡിവൈസുകൾ ഉപയോഗിച്ച് ഈ കരി ശേഖരിച്ചാണ് കറുത്ത പിഗ്മെന്റുകൾ നിർമ്മിക്കുന്നത്. വൈറ്റ് പിഗ്മെന്റുകളെ വീണ്ടും ഒപ്പേക്ക്, ട്രാൻസ്പാരന്റ് എന്നിങ്ങനെ 2ആയി തിരിച്ചിട്ടുണ്ട്. സബ്സ്ട്രേറ്റിന്റെ നിറത്തെ മറച്ചുകൊണ്ടോ പ്രിന്റ് ചെയ്ത ഒരു കളറിന്റെ മേൽ മറ്റൊരു കളർ പ്രിന്റ് ചെയ്യണമെങ്കിലോ ഒപ്പേക്ക് പിഗ്മെന്റ് ആവശ്യമാണ്.
ഏതെങ്കിലും നിറമുള്ള മഷിയുടെ ലൈറ്റ് കളർ അഥവാ ടിൻറ്റ് ലഭിക്കാനും ഇത്തരം പിഗ്മെൻറ്റുകളാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സബ്സ്ട്രേറ്റിൻ്റെ നിറം അല്ലെങ്കിൽ നേരത്തെ അച്ചടിച്ച നിറം കാണത്തക്ക വിധത്തിൽ പ്രിൻ്റ് ചെയ്യാൻ ട്രാൻസ്പാരൻറ്റ് പിഗ്മെൻ്റുള്ള മഷിയാണ് ആവശ്യം. ഓർഗാനിക് പിഗ്മെൻറ്റ് ജീവനുണ്ടായിരുന്ന വസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുന്നവയാണ് ഓർഗാനിക് പിഗ്മെൻറ്റ്. പെട്രോളിയത്തിനു പുറമെ കൽക്കരി, തടി, മൃഗക്കൊഴുപ്പുകൾ, സസ്യ എണ്ണകൾ എന്നിവയാണ് ഓർഗാനിക് പിഗ്മെൻറ്റിൻ്റെ ഉറവിടം. തിരഞ്ഞെടുക്കാൻ ധാരാളം കളറുകൾ ഉള്ള ഇവ ഇനോർഗാനിക് പിഗ്മെൻറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ നിറമുള്ളവയും തെളിച്ചം, പരിശുദ്ധി, സുതാര്യത എന്നീ ഗുണങ്ങൾ ഉള്ളവയുമാണ്. ഇനോർഗാനിക് പിഗ്മെൻറ്റ് ലോഹങ്ങൾ, ലോഹലവണങ്ങൾ, ധാതുക്കൾ, മറ്റു രാസവസ്തുക്കൾ എന്നിവയാണ് ഇനോർഗാനിക് പിഗ്മെൻറ്റിൻ്റെ ഉറവിടം. പ്രിൻറ്റിംഗ് ക്വാളിറ്റിയെ സ്വാധീനിക്കുന്ന ചില പ്രത്യേകതകൾ അഥവാ പ്രോപ്പർട്ടീസ് അച്ചടി മഷിക്ക് ഉണ്ട്. വിസ്കോസിറ്റി, ടാക്ക്, ഒപ്പാസിറ്റി, ഇങ്ക് സ്റ്റെബിലിറ്റി, ഡ്രൈയിങ് ടൈം തുടങ്ങിയവയാണ് ഇത്. ഇങ്ക് സ്റ്റെബിലിറ്റി തിക്സോട്രോപ്പി എന്നും അറിയപ്പെടുന്നു. കണ്ടെയ്നറിൽ ആയിരിക്കുമ്പോൾ വിസ്കസ് അഥവാ കുറുകിയിരിക്കുമെങ്കിലും ഇങ്ക് റോളറുകളാൽ നന്നായി ഇളക്കപ്പെട്ട് കഴിഞ്ഞ് മഷി കൂടുതൽ ഫ്രീ ആയി ഒഴുകുന്നതിനുള്ള പ്രവണതയെയാണ് ഇങ്ക് സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഷിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. പരന്ന് ഒഴുകുന്നതിനുള്ള പ്രതിരോധത്തെയാണ് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. തേൻ, വെള്ളം, സ്പിരിറ്റ് എന്നിവ ഒരു പ്രതലത്തിലൊഴിച്ചാൽ ഒരേ വേഗതയിലല്ല ഒഴുകുക എന്ന് നമുക്കറിയാം. അതുപോലെ വിവിധ അച്ചടി രീതികളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത മഷികളുടെ വിസ്കോസിറ്റി വ്യത്യസ്തമാണ്. ലെറ്റർ പ്രസ്, ഓഫ്സെറ്റ് മഷികൾ കുഴഞ്ഞ പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ ഫ്ലെക്സോ, ഗ്രേവിയർ തുടങ്ങിയ മഷികൾക്ക് കൂടുതൽ ദ്രാവക രൂപമാണ് ഉള്ളത്. പ്രിൻറ്റിംഗ് ക്വാളിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് മഷിയുടെ ടാക്ക് അഥവാ ഒട്ടൽ. പേപ്പർ അഥവാ സബ്സ്ട്രേറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കണമെങ്കിൽ മഷിക്ക് ഒട്ടൽ അത്യാവശ്യമാണ്. പക്ഷേ ടാക്ക് അഥവാ ഒട്ടൽ അധികമായാൽ പിക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫിനിഷിംഗ് കുറഞ്ഞ പേപ്പർ ഓഫ്സെറ്റ് ബ്ലാങ്കറ്റിൽ നിന്ന് ഇളകി വരുമ്പോൾ ടാക്ക് കൂടുതൽ കാരണം പേപ്പറിൻ്റെ ഉപരിതലത്തിലെ ചെറിയ ഭാഗങ്ങൾ അടർന്നു പോകുന്നതിനെയാണ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഒരു കളർ പ്രിൻ്റ് ചെയ്ത ശേഷം അടുത്ത കളർ പ്രിൻ്റ് ചെയ്യുമ്പോൾ ടാക്ക് വർദ്ധിക്കുന്നു. ഒപ്പാസിറ്റി അതാര്യത അഥവാ പ്രകാശത്തെ കടത്തിവിടാതിരിക്കുന്ന ഗുണമാണ് ഒപ്പാസിറ്റി എന്ന് നാം ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രിൻ്റ് ചെയ്യുന്ന പ്രതലത്തെ കവർ ചെയ്യുന്ന അഥവാ മറയ്ക്കുന്നതിനുള്ള കഴിവാണ് മഷിയുടെ ഒപ്പാസിറ്റി. സ്ക്രീൻ പ്രിൻറ്റിംഗ് മഷികൾ മിക്കതും ഒപ്പേക്ക് ആയിരിക്കുമ്പോൾ മിക്ക ലിത്തോഗ്രാഫിക് മഷികളും ഒരു പരിധിവരെ ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഒരു കളറിന് മേൽ മറ്റൊരു കളർ പ്രിൻ്റ് ചെയ്ത് മൂന്നാമതൊരു കളർ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഡ്രൈയിങ് ടൈം മഷി ഉണങ്ങുന്നത് 2 ഘട്ടങ്ങളായാണ്. ആദ്യമായി മഷി പേപ്പറിൽ ഒട്ടിപ്പിടിക്കുന്നു അഥവാ സെറ്റാകുന്നു. രണ്ടാം ഘട്ടത്തിൽ ഈ മഷി കട്ടിയാവുന്നു. ഇങ്ങനെ ദ്രാവക രൂപത്തിലുള്ള മഷി കട്ടിയായി ഖരാവസ്ഥയിലേക്ക് മാറാനെടുക്കുന്ന സമയത്തെയാണ് ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത്. പ്രിൻറ്റിംഗ് പ്രോസസ്സുകൾക്കനുസരിച്ച് ഡ്രൈയിങ് ടൈം വ്യത്യാസപ്പെടുന്നു. മണിക്കൂറിൽ 10,000 കോപ്പികൾ അച്ചടിക്കുന്ന ഷീറ്റ് ഫെഡിൽ ഉപയോഗിക്കുന്ന മഷിയും 50,000 കോപ്പി അച്ചടിക്കാൻ കഴിയുന്ന വെബ് ഓഫ്സെറ്റ് മഷിയും ഉണങ്ങാനെടുക്കുന്ന സമയം വ്യത്യസ്തമാകണമല്ലോ. മാനുഫാക്ചറിംഗ് ഓഫ് ലിത്തോഗ്രാഫിക് ഇങ്ക്സ് അഥവാ ലിത്തോഗ്രാഫിക് മഷിയുടെ നിർമ്മാണം. പിഗ്മെൻറ്റ്സ്, വെഹിക്കിൾ അഡിറ്റീവ്സ് എന്നിവ കൂടിച്ചേർത്താണ്
അച്ചടി മഷി നിർമ്മിക്കുന്നത്. ഇതിന് മിക്സിംഗ്, മില്ലിംഗ് എന്നിങ്ങനെ 2 ഘട്ടങ്ങളുണ്ട്. മിക്സിംഗ് ഘട്ടത്തിൽ വലിയ ലോഹ കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരിക്കുന്ന വേക്കിൾ അഥവാ സോൾവെന്റിലേക്ക് പിഗ്മെന്റുകൾ ചേർക്കുന്നു. സാവധാനം കറങ്ങുന്ന ബ്ലേഡുകൾ ഉപയോഗിച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. മില്ലിംഗ് ഘട്ടത്തിൽ ഇത് വലിയ റോളറുകൾ ഉപയോഗിച്ച് പൊടിച്ച് സോൾവെന്റുമായി നന്നായി ചേർക്കുന്നു. ഇങ്ക് ഡ്രൈയിങ് മെത്തേഡ്സ്. അടുത്തതായി ഏതൊക്കെ രീതിയിലാണ് മഷി ഉണങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നോ അതിലധികമോ രാസമാറ്റങ്ങൾ മൂലം ദ്രാവക രൂപത്തിലുള്ള മഷി ഖരാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണല്ലോ ഇങ്ക് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ, പോളിമറൈസേഷൻ, ഇവാപ്പറേഷൻ, പെനിട്രേഷൻ, പ്രിസിപ്പിറ്റേഷൻ, കൂടാതെ UV ക്യൂറിംഗ്, ഇലക്ട്രോൺ ബീം ക്യൂറിംഗ് എന്നിങ്ങനെയുള്ള റേഡിയേഷൻ രീതികൾ തുടങ്ങി വിവിധ രീതികളിലാണ് മഷി ഉണങ്ങുന്നത്. വ്യത്യസ്ത തരം സബ്സ്ട്രേറ്റുകൾക്ക് അനുയോജ്യമായത് വ്യത്യസ്ത രീതിയിൽ ഉണങ്ങുന്ന മഷികളാണ്. ഇനി ഇവയോരോന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി ഓക്സിഡേഷൻ. അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് മഷി ഉണങ്ങുന്നതാണ് ഓക്സിഡേഷൻ രീതി. സബ്സ്ട്രേറ്റിൽ പുരളുന്ന മഷി അതിൻ്റെ ഉപരിതലത്തിൽ പറ്റിപ്പിടിച്ച് സെറ്റാകുന്നു. പിന്നീട് ഓക്സിഡേഷൻ മൂലം അത് ഉണങ്ങുന്നു. ലെറ്റർ പ്രസ്, ഓഫ്സെറ്റ് മഷികൾ ഈ രീതിയിലാണ് ഉണങ്ങുന്നത്. പോളിമറൈസേഷൻ. മോണോമറുകൾ എന്ന ചെറിയ ഘടകങ്ങൾ കൂടിച്ചേർന്ന് പോളിമറായി മാറുന്ന ഒരു പ്രവർത്തനം എന്ന് ലഘുവായി പറയാം. ഇത്തരം മഷികളിൽ ഒലിഗോമറുകൾ, മോണോമറുകൾ, ഫോട്ടോ ഇനിഷ്യേറ്ററുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഫോട്ടോ ഇനിഷ്യേറ്ററുകളിൽ UV എനർജി തട്ടുമ്പോൾ അവ ഉത്തേജിതമാവുകയും അങ്ങനെയുണ്ടാകുന്ന എനർജി മറ്റ് ഘടകങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇത് ഈ തന്മാത്രകൾ തമ്മിൽ കൂടിച്ചേർന്ന് പോളിമറുകൾ എന്ന സംയുക്തങ്ങളായി മാറാൻ കാരണമാകുന്നു. ലോഹങ്ങളിലും മറ്റും പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷി പോളിമറൈസേഷൻ രീതിയിൽ ഉണങ്ങുന്നതാണ്. ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്താണെന്ന് നമുക്കറിയാം. റെസിനുകളുടെ ഒരു നേർത്ത പാട അവശേഷിപ്പിച്ചുകൊണ്ട് മഷിയിലെ സോൾവെന്റിന്റെ കണങ്ങൾ അന്തരീക്ഷ വായുവിലേക്ക് ബാഷ്പമായി ചേരുന്ന രീതിയാണ് ഇത്. ഫ്ലെക്സോ, ഗ്രേവിയർ, വെബ് ഓഫ്സെറ്റ് തുടങ്ങി വേഗത്തിൽ ഉണങ്ങുന്ന മഷികൾ ഇവാപ്പറേഷൻ രീതിയിൽ ഉണങ്ങുന്നവയാണ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രസ്സുകളിൽ പ്രവേശിക്കുമ്പോൾ സോൾവെന്റുകളുടെ രൂക്ഷമായ ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നത്. പെനിട്രേഷൻ അഥവാ അബ്സോർപ്ഷൻ. മഷിയുടെ വെഹിക്കിളിന്റെ വലിയ ഒരു ഭാഗം സബ്സ്ട്രേറ്റിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഇത് ഒരു ഫിസിക്കൽ ഡ്രൈയിങ് പ്രോസസ് അഥവാ ഭൗതിക പ്രക്രിയയാണ്. കോട്ടിംഗ് ഇല്ലാത്ത പരുക്കൻ പേപ്പർ, ബോർഡുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ മഷികൾ ഈ രീതിയിലാണ് ഉണങ്ങുന്നത്. പ്രെസിപ്പിറ്റേഷൻ. ജലത്തിൽ ലയിക്കാത്ത തരം റെസിനുകളും ജലത്തിൽ ലയിക്കുന്ന ഗ്ലൈക്കോൾ വേക്കുകളും ചേർന്നതാണ് ഇത്തരം മഷികൾ. അച്ചടിക്ക് ശേഷം മഷിയുമായി സമ്പർക്കത്തിൽ വരുന്ന വെള്ളം അഥവാ നീരാവിയുമായി കൂടിച്ചേർന്നാണ് ഇത്തരം മഷികൾ ഉണങ്ങുന്നത്. ഗ്ലൈക്കോൾ ജലകണികകളുമായി ലയിക്കുകയും ഇതിന്റെ ഫലമായി റെസിൻ ഘടകങ്ങൾ സബ്സ്ട്രേറ്റിന്റെ പ്രതലത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. മോയ്സ്ചർ സെറ്റ് മഷികൾ ഇതിന് ഉദാഹരണമാണ്. അവസാനമായി റേഡിയേഷൻ ക്യൂറിംഗ് ഇങ്കുകൾ എന്താണെന്ന് നോക്കാം. അച്ചടിച്ച ഷീറ്റിൽ പതിപ്പിക്കുന്ന ശക്തമായ UV ലൈറ്റിന്റെ പ്രവർത്തനത്താൽ ഇതിലെ തന്മാത്രകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒന്നാകുന്നു. ഇതിന്റെ ഫലമായി മഷി പെട്ടെന്ന് ഉണങ്ങുന്നു. ഷീറ്റ് ഫെഡ്, വെബ് പ്രസ്സുകളിൽ ഉപയോഗിക്കുന്ന ചിലതരം മഷികൾ ഈ രീതിയിൽ ഉണങ്ങുന്നവയാണ്. ഇലക്ട്രോൺ ബീം ക്യൂറിംഗ് ഇങ്ക്. മുമ്പ് പറഞ്ഞ UV ലൈറ്റിനു പകരമായി ഇലക്ട്രോൺ ബീമുകളാണ് ഇത്തരം മഷികൾ ഉണങ്ങാൻ സഹായിക്കുന്നത്. മഷിയുടെ ഫിലിമിന്റെ എല്ലാ ഭാഗത്തും ആഴ്ന്നിറങ്ങി ഉണങ്ങൽ
ത്വരിതപ്പെടുത്താൻ ഇലക്ട്രോൺ ബീമുകൾക്ക് കഴിയും. ടൈപ്സ് ഓഫ് ഇങ്ക്. അച്ചടി രീതികൾ, സബ്സ്ട്രേറ്റിൻ്റെ ഇനം, പ്ലേറ്റുകളുടെ തരം, പ്രസ് യൂണിറ്റുകളുടെ എണ്ണം, എന്താവശ്യത്തിനാണ് അച്ചടിക്കുന്നത് തുടങ്ങി അനേകം കാര്യങ്ങൾ കണക്കിലെടുത്താണ് നമ്മൾ മഷി തിരഞ്ഞെടുക്കുന്നത്. ഷീറ്റ് ഫെഡ് ഇങ്ക്, റബ്ബർ ബേസ്ഡ് ഇങ്ക്, വെബ് ഓഫ്സെറ്റ് ഹീറ്റ് സെറ്റ് ഇങ്ക്, വെബ് ഓഫ്സെറ്റ് കോൾഡ് സെറ്റ് ഇങ്ക്, ന്യൂസ് ഇങ്ക്, മാഗ്നറ്റിക് ഇങ്ക്, ഇൻവിസിബിൾ ഇങ്ക്, ഒപ്പേക്ക് ഇങ്ക്, വാട്ടർലെസ് ഓഫ്സെറ്റ് ഇങ്ക്, ഫ്ലൂറസെന്റ് ഇങ്ക്, മെറ്റാലിക് ഇങ്ക്, ഓവർപ്രിന്റ് വാർണിഷസ്, സോയ് ഇങ്ക് തുടങ്ങിയവയാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന മഷികൾ. ഇവയെക്കുറിച്ച് ഇനി കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം. ഷീറ്റ് ഫെഡ് ഇങ്ക്. ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ രീതിയിൽ ഉണങ്ങുന്ന ഇത്തരം മഷികൾ ടാക്ക് അഥവാ ഒട്ടൽ കൂടുതലുള്ളവയാണ്. ഹാഫ് ടോൺ ഡോട്ടുകളുടെ അടഞ്ഞുപോകലും സെറ്റ് ഓഫും ഒഴിവാക്കാൻ ഇത്തരം മഷികൾക്ക് കഴിയും. റബ്ബർ ബേസ്ഡ് ഇങ്ക്. സൈക്ലൈസ്ഡ് റബ്ബർ അടങ്ങിയ ഇവയുടെ വേകൾ മണിക്കൂറുകളോളം ഉണങ്ങാതെ ഇങ്കിങ് റോളറുകളിൽ ഇരിക്കാൻ കഴിവുള്ളവയാണ്. ചെറിയ ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രസ്സുകളിലാണ് ഇവ ഉപയോഗിക്കുന്നത്. വെബ് ഓഫ്സെറ്റ് ഹീറ്റ് സെറ്റ് ഇങ്ക്. ഇവയിലെ സോൾവെന്റുകൾ ബാഷ്പീകരിക്കുന്നതിന് ഉയർന്ന ചൂട് ആവശ്യമാണ്. വെബ് ഓഫ്സെറ്റുകളോട് അനുബന്ധിച്ചുള്ള ഡ്രയർ സംവിധാനം ഇതിന് സഹായിക്കുന്നു. വെബ് ഓഫ്സെറ്റ് കോൾഡ് സെറ്റ് ഇങ്ക്. മോയ്സ്ചർ സെറ്റ് ഇങ്ക് എന്നും അറിയപ്പെടുന്ന ഇവ ജലകണങ്ങളുടെ സഹായത്തോടെ ഉണങ്ങുന്നവയാണ്. മഷിയെ ആഗിരണം ചെയ്യുന്ന തരത്തിലുള്ള തരം പേപ്പറുകൾക്ക് ആണ് ഈ മഷി യോജിക്കുന്നത്. ന്യൂസ് ഇങ്ക്. നേർത്ത കട്ടി കുറഞ്ഞ ഇത്തരം മഷികൾ മിനറൽ ഓയിൽ, കാർബൺ ബ്ലാക്ക് എന്നിവ ചേർത്ത് നിർമ്മിക്കുന്നവയാണ്. ഇത് അബ്സോർപ്ഷൻ രീതിയിലാണ് ഉണങ്ങുന്നത്. ഒപ്പേക്ക് ഇങ്ക്. കടുത്ത നിറമുള്ള പേപ്പറുകളിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ മഷിക്ക് സബ്സ്ട്രേറ്റിന്റെ നിറത്തെ മറയ്ക്കാനുള്ള കഴിവുണ്ട്. മാഗ്നറ്റിക് ഇങ്ക്. ഇരുമ്പിന്റെയോ കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന മറ്റ് ലോഹങ്ങളുടെയോ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത്തരം മഷിയിൽ. ചെക്കുകൾ, ബാങ്ക് നോട്ടുകൾ, ബിസിനസ് ഫോമുകൾ എന്നിവയുടെ അച്ചടിയിലാണ് ഇത്തരം മഷി ഉപയോഗിക്കുന്നത്. ഓരോ അക്കങ്ങളുടെയും വെവ്വേറെ ഭാഗങ്ങളിൽ വ്യത്യസ്ത അളവിൽ മഷി പറ്റുന്ന പ്രത്യേകതരം ഫോണ്ട് ഈ ചെക്കുകളിലും മറ്റും ഉപയോഗിക്കുന്നു. ഒരു മാഗ്നറ്റിക് ഹെഡിന്റെ സഹായത്തോടെ ഇവയെ റീഡ് ചെയ്യാനും സോർട്ട് ചെയ്യാനും സാധിക്കുന്നു. ഇൻവിസിബിൾ ഇങ്ക്. നിറമൊന്നുമില്ലാതെ അച്ചടിക്കുന്ന ഒരു സെക്യൂരിറ്റി ഇങ്കാണ് ഇത്. കള്ളനോട്ടുകൾ കണ്ടുപിടിക്കാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ബ്ലാക്ക് ലൈറ്റ് അഥവാ UV ലൈറ്റിന്റെ കീഴിൽ ഇവ ഫ്ലൂറസെന്റ് നീല അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ തെളിഞ്ഞു കാണാം. വാട്ടർലെസ് ഓഫ്സെറ്റ് ഇങ്ക്. ഡാമ്പനിങ് സൊല്യൂഷൻ ഉപയോഗിക്കാത്ത പ്രത്യേകതരം ഓഫ്സെറ്റ് പ്രസ്സുകളിൽ അച്ചടിക്കാനായി തയ്യാറാക്കിയതാണ് ഇത്തരം മഷികൾ. ഇവയ്ക്ക് വിസ്കോസിറ്റിയും ടാക്കും കൂടുതലായിരിക്കും. വാട്ടർലെസ് ഓഫ്സെറ്റ് പ്രസ്സിലെ പ്ലേറ്റിന്റെ നോൺ ഇമേജ് ഏരിയയിലുള്ള സിലിക്കോൺ കോട്ടിംഗ് ഇത്തരം മഷിയെ തിരസ്കരിക്കുന്നവയാണ്. ഓവർ പ്രിന്റ് വാർണിഷസ്. പ്രിന്റ് ചെയ്ത മഷിക്കുമേൽ നൽകുന്ന സുതാര്യമായ കോട്ടിംഗ് ആണ് ഇത്. അച്ചടിച്ച പ്രതലത്തെ ഈർപ്പത്തിൽ നിന്നും ഉരേലുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഇത് ഗ്ലോസ്, മാറ്റ്, സാറ്റിൻ ഫിനിഷുകൾ നൽകാനും ഉപയോഗിക്കുന്നു. സോയ് ഇങ്ക്. ഇത്തരം മഷികളിൽ വെഹിക്കിളിന്റെ ഭാഗമായി സോയാബീൻ ഓയിൽ ഉപയോഗിക്കുന്നു.
ജൈവ വിഘടനം സംഭവിക്കുന്ന വസ്തുവായതിനാൽ ഇത് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നമാണ്. ഫ്ലോറസെന്റ് ഇങ്ക്. UV ലൈറ്റിനെ വിസിബിൾ ലൈറ്റ് അഥവാ ദൃശ്യപ്രകാശമാക്കി മാറ്റുന്ന ഫ്ലോറസെന്റ് പിഗ്മെന്റുകൾ അടങ്ങിയിട്ടുള്ള ഇത്തരം മഷി പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്ന തരം പോസ്റ്ററുകൾക്കും പാക്കേജിങ്ങിനും മറ്റും ഉപയോഗിക്കുന്നു. മെറ്റാലിക് ഇങ്കുകൾ. വളരെ ചെറിയ ലോഹപ്പൊടികളും ഭാഗങ്ങളും അടങ്ങിയ മെറ്റാലിക് മഷികൾ പാക്കേജിങ്ങിലും മറ്റും ധാരാളമായി ഉപയോഗിക്കുന്നു. അലൂമിനിയം, പിത്തള തുടങ്ങിയ ലോഹങ്ങളുടെ പൊടികൾ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ എഫക്റ്റുകൾ നൽകാൻ വേണ്ടി മഷിയിൽ ചേർക്കുന്നു.